നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഒരു 1 സെക്കൻഡ്. കയറി. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട്. ഞാൻ നിങ്ങൾക്ക് മുന്നേ കോണ്ടാക്ട് ക്ലാസ് എടുത്തിരുന്നു, അഞ്ജിത. ഓക്കെ, അപ്പോൾ ടുഡേ നിങ്ങളുടെ എസിക്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ എടുക്കുന്ന പേപ്പർ വെബ് ടെക്നോളജി ആണ്. ഓക്കെ, നിങ്ങളുടെ ഇലക്ടീവ് പേപ്പറാണ്, കോഡ് 368. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് PPT വെച്ചിട്ട് ക്ലാസ് എടുക്കാം, PPT ഷെയർ ചെയ്യാം. സോ എല്ലാവരും ശ്രദ്ധിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ചോദിച്ച് ക്ലിയർ ആക്കുക. ജനറൽ ടോപ്പിക്കാണ്, ഈസി ആയിട്ടുള്ളൊരു പേപ്പറാണ്. ബിക്കോസ് നമുക്ക് പഠിക്കാനുള്ളത് ഇൻ്റർനെറ്റ് എന്താണ്, വെബ് എന്താണ്, സിലബസ്. നമുക്ക് സിലബസ് കുറച്ചും കൂടെ ഫെമിലിയർ ആയിട്ടുള്ള സിലബസ് ആണ്. 6 മോഡ്യൂൾസ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് മോഡ്യൂള് ഇൻട്രൊഡക്ഷൻ ടു ഇൻ്റർനെറ്റ് ആണ്. അതായത് വേൾഡ് വൈഡ് വെബ്, നമ്മുടെ വെബ് ബ്രൗസർ, അങ്ങനെ ജനറൽ ആയിട്ടുള്ള കുറേ ടോപ്പിക്സ് ആണ്. പിന്നെ നമുക്ക് HTML പഠിക്കണം, പിന്നെ സ്റ്റൈൽ ഷീറ്റ്സ് പഠിക്കണം, ജാവാസ്ക്രിപ്റ്റ്, അങ്ങനെ കുറച്ച് നെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പേപ്പറിൽ പഠിക്കേണ്ടത്. വെബ് ടെക്നോളജിയിൽ കുറേ ടെക്നോളജീസ് പഠിക്കുക, അതെങ്ങനെ യൂസ് ചെയ്യുന്നു, അതൊക്കെയാണ് പഠിക്കേണ്ടത്. നോർമലി കമ്പയർഡ് ടു അതർ സബ്ജക്റ്റ് എലക്ടീവ് പേപ്പറാണ്, കുറച്ചും കൂടി ഈസിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ ക്ലിയർ ആണോ? PPT ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ യുവർ കോഡ് ഈസ് CS368 വെബ് ടെക്നോളജീസ്. ഓക്കെ, അതിൽ നമുക്ക് പഠിക്കേണ്ടത് മൊഡ്യൂൾ 1 ഇപ്പം ടുഡേ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇൻ്റർനെറ്റ് ആണ് മൊഡ്യൂൾ. അതിൽ ഇൻട്രൊഡക്ഷൻ, ഒറിജിൻ, ഇൻ്റർനെറ്റ് ആൻഡ് IP അഡ്രസ്, ഡൊമൈൻ നെയിംസ് എന്താണ്, വേൾഡ് വൈഡ് വെബ്, വെബ് ബ്രൗസേഴ്സ് ആൻഡ് വെബ് സെർവേഴ്സ്, ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഹാൻഡിൽ ചെയ്യുന്നത്. അതിൽ നമുക്ക് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ നോക്കാം. ഞാൻ പറയുന്നത് ക്ലിയർ ആണല്ലോ അല്ലേ? ഹോപ്പ് യു ഓൾ നോ ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഇന്റർനെറ്റിന്റെ ഡെഫിനിഷൻ എന്താണ്? ഇറ്റ് ഈസ് എ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ബില്യൺസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ ഇലക്ട്രോണിക് ഡിവൈസസ് അല്ലേ? നമ്മളിന്ന് ഇന്റർനെറ്റ് ഇല്ലാണ്ട് നമ്മൾ ആരും ഇന്ന് നിൽക്കുന്നില്ല. ഓക്കെ, സോ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ബില്യൺസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ് എന്ത് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. സോ വിത്ത് ദിസ് ഇന്റർനെറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇറ്റ് ഈസ് പോസിബിൾ ടു ആക്സസ് എനി ഇൻഫർമേഷൻ ഓർ കമ്മ്യൂണിക്കേറ്റ് വിത്ത് എനിവൺ എൽസ് ഇൻ ദ വേൾഡ് അല്ലേ? നമുക്ക് ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. ഓക്കെ, അതാണ് ഇന്റർനെറ്റിന്റെ മെയിൻ
യൂസ് എന്ന് പറയുന്നത്. വി ക്യാൻ ആക്സസ് എനി ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ത്രൂ ഇൻ്റർനെറ്റ്. സോ ഇൻ്റർനെറ്റിന് കുറേ ഡെഫിനിഷൻസ് ഉണ്ട് നമ്മൾ പറയുമ്പോൾ. സോ ഇൻ്റർനെറ്റ് ഈസ് ഓൾസോ എ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ഫിസിക്കൽ കേബിൾസ് ലൈക്ക് കോപ്പർ, ടെലിഫോൺ വയേഴ്സ്, ടി വി കേബിൾസ്, ഫൈബർ ഒപ്റ്റിക് കേബിൾസ് ഉണ്ട്. പിന്നെ അതുപോലെ വയർലെസ് കണക്ഷൻ ലൈക്ക് വൈഫൈ, 3G, 4G, ഓക്കെ, ദാറ്റ് റിലേസ് ഓൺ ദീസ് കേബിൾസ് ടു ആക്സസ് ദ ഇൻ്റർനെറ്റ്. അപ്പോൾ ഒരു ഫിസിക്കൽ കണക്ഷനാണ്, അതുപോലെ വയർലെസ് കണക്ഷനും നമുക്ക് ഇൻ്റർനെറ്റ് എന്ന് പറയാം അല്ലേ. നമ്മൾ വൈഫൈ എടുക്കുന്നുണ്ട്, 3G, 4G കണക്ഷൻ, ഓക്കെ, ദാറ്റ് ഓൾസോ റിലേസ് അപ്പോൺ ഇൻ്റർനെറ്റ്. സോ അതാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഇൻ്റർനെറ്റ് എന്താണ്? മെയിൻ ഫീച്ചേഴ്സ് യു ഓൾ നോ ഇറ്റ്. ഓക്കെ, first one, email, that is we can send and receive emails, communicate with other people using internet. Pinne social media daily use cheyyunnathaanu. Shopping is an application. Then banking, nowadays you can transfer money using internet alle. Then bill payments, all type of bill payments are now we can pay through internet. Then entertainment medias. So these are all the main features or applications of internet. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. മെയിൻലി ഒരു ജനറൽ ടോപ്പിക്കാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് എഴുതാം. സോ നോട്ട്സ് ഞാൻ തരും, PPT ഷെയർ ചെയ്യും. സോ അത് നീറ്റായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എന്തായാലും എഴുതാൻ പറ്റുന്നതാണ്, ഓർത്തെടുത്ത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് എ ജനറൽ ടോപ്പിക്. ഓക്കെ, ഇതാണ് ഇൻ്റർനെറ്റ് പറയുന്നത്. നമ്മൾ നോർമലി ഇൻ്റർനെറ്റ് പറയുമ്പോൾ വി ഹാവ് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ. അതായത് കുറേ ക്ലയൻറ്റ് സെർവേഴ്സ് ഉണ്ടാവും, ക്ലയൻറ്റ് ഡിവൈസസ് ഉണ്ടാവും. സോ ദാറ്റ് ഡിവൈസസ് ആണ് എന്ത് ചെയ്യുക, റിക്വസ്റ്റ് ചെയ്യുക അല്ലേ. റിക്വസ്റ്റ് ചെയ്യും ഫോർ എനി ടൈപ്പ് ഓഫ് ഇൻഫർമേഷന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സെർവേഴ്സ് ഉണ്ട്. സെർവേഴ്സ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസ് കൊടുക്കും. ഓക്കെ, അതാണ് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ. അതിൻ്റെ ഫിഗർ ഞാൻ കാണിച്ചു തരാം. അതായത് ക്ലയൻറ്റ് മെഷീൻസ് ഉണ്ടാവും. ക്ലയൻറ്റ് മെഷീൻസ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് കൊടുക്കും. അത് ആ റിക്വസ്റ്റിൻ്റെ കറസ്പോണ്ടിങ് റെസ്പോൺസ് അത് സെർവേഴ്സ് കൊടുക്കും. അതാണ് നോർമലി ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഞാൻ ഫിഗർ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്നതാണ് ഒറിജിൻ ഓഫ് ഇൻ്റർനെറ്റ്. ഒറിജിൻ ഓഫ് ഇൻ്റർനെറ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. 1969 US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് അർപ്പാനെറ്റ് കൊണ്ടുവന്നു. ഫസ്റ്റ് ഓപ്പറേഷണൽ പാക്കറ്റ് സ്വിച്ചിങ് നെറ്റ്വർക്കാണ് അർപ്പാനെറ്റ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട് ഏജൻസി നെറ്റ്വർക്ക്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വന്നിട്ടുള്ള ഫസ്റ്റ് ഓപ്പറേഷണൽ പാക്കറ്റ് സ്വിച്ചിങ് നെറ്റ്വർക്കാണ് അർപ്പാനെറ്റ്. സോ അതിൻ്റെ മെയിൻ പേർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പ്രോഗ്രാം ഷെയർ ചെയ്യുക, റിമോട്ട് കമ്പ്യൂട്ടർ ആക്സസ് കൊടുക്കുക. ഇതാണ് മെയിൻ പേർപ്പസ് ഓഫ് അർപ്പാനെറ്റ്. അതായത് കമ്മ്യൂണിക്കേഷൻ, പ്രോഗ്രാം ഷെയറിങ് ആൻഡ് റിമോട്ട് കമ്പ്യൂട്ടർ ആക്സസ്. അപ്പോൾ ഈ റിമോട്ട് കമ്പ്യൂട്ടർ ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫൻസ് റിലേറ്റഡ് കോൺട്രാക്ട്സിലൊക്കെ കൊടുക്കുകയുള്ളൂ. മെയിൻലി ഡിഫൻസ് ഓർഗനൈസേഷൻ ആണല്ലോ ഇത് കൊണ്ടുവന്നത്. സോ അവർക്ക് വേണ്ടിയിട്ട് റിമോട്ട് കമ്പ്യൂട്ടർ ആക്സസ് ഒക്കെ കൊടുക്കുക. സോ ഈ അർപ്പാനെറ്റ് എന്ന് പറയുന്നത് അങ്ങനെ എല്ലാം വാസ്റ്റായിട്ട് വൈഡ് സ്പ്രെഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറേ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊന്നും കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ അതുകൊണ്ട് അതൊരു ഡ്രോബാക്കാണ്. സോ എന്ത് ചെയ്യണം, വൈഡായിട്ട് നമുക്ക് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവരണം. സോ ലേറ്റ് 1970s അല്ലെങ്കിൽ ഏർലി 1980s ആ ഒരു പീരീഡിലാണ് രണ്ട് നെറ്റ്വർക്ക് വന്നത്, ബിറ്റ്നെറ്റ് ആൻഡ് CS-net. ബിറ്റ്നെറ്റ് മീൻസ് അതിൻ്റെ ഫുൾ ഫോം ഞാൻ നോട്ടിൽ തരാം. ബിക്കോസ് ഇറ്റ്സ് ടൈം നെറ്റ്വർക്കാണ് ബിറ്റ്നെറ്റ്. ബിക്കോസ് ഇറ്റ്സ് ടൈം നെറ്റ്വർക്ക്. പിന്നെ അതിൻ്റെ കൂടെ തന്നെയുള്ളതാണ് CS-net, കമ്പ്യൂട്ടർ സയൻസ് നെറ്റ്വർക്ക്. ഈ രണ്ട് നെറ്റ്വർക്കും കൊണ്ടുവന്നു. അപ്പോൾ ഈ ബിറ്റ്നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്രൊവൈഡ് ഇമെയിൽ ആൻഡ് ഫയൽ ട്രാൻസ്ഫർ. ഓക്കെ, അപ്പോൾ അർപ്പാനെറ്റ് ഡിഫൻസ് റിലേറ്റഡ് പ്രൊജക്ട്സിന് വേണ്ടിയിട്ടായിരുന്നു കൊണ്ടുവന്നിട്ടുള്ളത്. സോ അത് എല്ലായിടത്തും റീച്ച് ചെയ്തില്ല. സോ അതിനുശേഷം ബിറ്റ്നെറ്റും CS-neറ്റും കൊണ്ടുവന്നു. ബിറ്റ്നെറ്റിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്രൊവൈഡ് ഇമെയിൽ ആൻഡ് ഫയൽ ട്രാൻസ്ഫർ. CS-net ആണെങ്കിൽ ടു പ്രൊവൈഡ് ഇമെയിൽ. ഓക്കെ, ഇതാണ് രണ്ടിൻ്റെയും പർപ്പസ്. ഒരാളുടേത് ഇമെയിലും ഫയൽ ട്രാൻസ്ഫറും, ബിറ്റ്നെറ്റിൻ്റെ, CS-netൻ്റെത് ഇമെയിൽ. ഓക്കെ, ബട്ട് ഈ രണ്ട് നെറ്റ്വർക്കും അങ്ങനെ നാഷണൽ നെറ്റ്വർക്കായിട്ട് മാറിയില്ല. അതിനും ഡ്രോബാക്സ് വന്നു.
സോ അതിനുശേഷം 1986 നമുക്ക് വന്നതാണ് NSF നെറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ന്യൂ നാഷണൽ നെറ്റ്വർക്ക്. ഓക്കെ, ഫൗണ്ടഡ് ബൈ നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ. NSF എന്ന് പറയുന്നത് നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ NSF കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ഈ NSF ആണ് ഒരു 1990 ഒക്കെ ആകുമ്പോഴേക്ക് NSF നെറ്റാണ് അർപ്പ നെറ്റിനെ റീപ്ലേസ് ചെയ്തത്. ഓക്കെ, അർപ്പ നെറ്റിന് ലിമിറ്റേഷൻ വന്നു, NSF നെറ്റ് ടേക്ക് ഓവർ ചെയ്തു. 1990 ആകുമ്പോഴേക്ക് റീപ്ലേസ് ചെയ്തു. 1992 ഒക്കെ ആകുമ്പോഴേക്ക് NSF നെറ്റ് എന്ത് ചെയ്തു, 1 മില്യൺ കമ്പ്യൂട്ടേഴ്സിനൊക്കെ കണക്ട് ചെയ്തു. സോ അതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്റർനെറ്റിന്റെ ഒറിജിൻ. അതായത് അർപ്പ നെറ്റിനെ ആണെങ്കിലും NSF നെറ്റിനെ ആണെങ്കിലും നമ്മൾ ഇന്റർനെറ്റ് തന്നെയാണ് പറയുക. പക്ഷെ അർപ്പ നെറ്റ് കുറേയും കൂടി റെസ്ട്രിക്റ്റഡ് ആയി. അതുകൊണ്ട് 1990s ഒക്കെ ആകുമ്പോഴേക്ക് NSF നെറ്റാണ് അർപ്പ നെറ്റിനെ റീപ്ലേസ് ചെയ്തിട്ട് ഓവർ 1 മില്യൺ കമ്പ്യൂട്ടേഴ്സിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയത്. സോ NSF നെറ്റാണ് ഒരു നാഷണൽ നെറ്റ്വർക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ബിറ്റ്നെറ്റും CS നെറ്റും നാഷണൽ നെറ്റ്വർക്ക് അല്ല, പക്ഷെ കമ്പയർഡ് ടു അർപ്പാനെറ്റ് അതിന് വാസ്റ്റ് ആപ്ലിക്കേഷൻ ആയിരുന്നു. ഇമെയിലും ഫയൽ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. പക്ഷെ ഇത് നാഷണൽ നെറ്റ്വർക്ക് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. NS നെറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നാഷണൽ നെറ്റ്വർക്ക് ആയിട്ട് കുറച്ചും കൂടെ 1 മില്യൺ പീപ്പിൾ അക്രോസിനെ കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യാൻ പറ്റിയത്. സോ ബോത്ത് ARPANET ആൻഡ് NSF നെറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഇന്റർനെറ്റ്. ഓക്കെ, ഇതാണ് ഒറിജിൻ ഓഫ് ഇന്റർനെറ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്താ ഇന്റർനെറ്റ് എന്നും കൂടെ ജസ്റ്റ് നോക്കാം. ഞാൻ പറഞ്ഞു, ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇന്റർനെറ്റ് എന്താണ്. ഇറ്റ് ഇസ് എ ഹ്യൂജ് കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ എ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് അല്ലേ. ഹ്യൂജ് കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് ഓവർ എ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആണ് ഇന്റർനെറ്റ്. സോ വെൻ ടു കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് അല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, 2 കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് ആണെങ്കിൽ നമുക്കറിയാം ദേ ക്യാൻ സെൻഡ് ആൻഡ് റിസീവ് ഓൾ കൈൻഡ്സ് ഓഫ് ഇൻഫർമേഷൻ അല്ലേ. ഇൻഫർമേഷൻ മീൻസ് എന്തൊക്കെയാവാം, ടെക്സ്റ്റ് ആവാം, ഗ്രാഫിക്സ്, വോയിസ്, വീഡിയോ ഓർ കമ്പ്യൂട്ടർ റിലേറ്റഡ് പ്രോഗ്രാംസ് അല്ലേ. 2 ആൾക്കാർ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇമെയിൽ അയക്കുന്നു, ടെക്സ്റ്റ് ആയിട്ട് അയക്കുന്നു, ഗ്രാഫിക്സ്, വോയിസ്, വീഡിയോ ഷെയറിങ് അല്ലേ, കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സെൻഡ് ആൻഡ് റിസീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഒരു പോയിന്റ്. പിന്നെ നമ്മൾ നോർമലി നമ്മളൊരു പ്രോട്ടോക്കോൾ വെച്ചിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾ നെറ്റ്വർക്സിലൊക്കെ പഠിക്കും അത്. ഓക്കെ, 2 കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡിവൈസസ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് എ പ്രോട്ടോക്കോൾ. ദാറ്റ് ഈസ് പ്രോട്ടോക്കോൾ ഈസ് എ സെറ്റ് ഓഫ് റൂൾസ്. ഓക്കെ, ടു കമ്മ്യൂണിക്കേറ്റ്. 2 സിസ്റ്റം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു സെറ്റ് ഓഫ് റൂൾസ് വേണം. ആ സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ എന്ത് പറയണത്, പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ മെയിൻലി വി യൂസ് different types of protocols are there. Mainly we use TCP/IP protocol, അതായത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഓർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ, അതാണ് TCP/IP. ഓക്കെ, നോർമലി TCP/IP is considered as the standard for computer network connection. ആ ഫസ്റ്റ് ടൈമിൽ തന്നെ TCP/IP ആയിരുന്നു മെയിൻ സ്റ്റാൻഡേർഡ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, പ്രോട്ടോക്കോൾ വേണം. പ്രോട്ടോക്കോൾ എന്ന് വെച്ചാൽ എന്താ, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് റൂൾസ്. ഓക്കെ, സോ മെയിൻലി വി യൂസ് TCP/IP ടു കമ്മ്യൂണിക്കേറ്റ്. ഓക്കെ, ഇനി TCP/IP എന്താ ചെയ്യുക, TCP/IP allows a program on one computer to communicate with the program on another computer through internet. ഓക്കെ, ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിലുള്ള ഒരു പ്രോഗ്രാമിന് വേറൊരാളുടെ സിസ്റ്റത്തിലുള്ള പ്രോഗ്രാമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സിസ്റ്റം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി യൂസ് TCP/IP പ്രോട്ടോകോൾ ആൻഡ് വി കണക്ട് ത്രൂ ഇന്റർനെറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. പിന്നെ നമുക്കറിയാം ഇന്റർനെറ്റ്, ഞാൻ പറഞ്ഞു ഇന്റർനെറ്റ് നമുക്ക് പല ഡെഫിനിഷൻസ് ആക്കി പറയും. ഹ്യൂജ് കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ്, ഇറ്റ് ഇസ് നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക് ആണ് അല്ലെ, നെറ്റ്വർക്ക്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം ഓർഗനൈസേഷനിൽ ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ കുറേ നെറ്റ്വർക്ക് ഉണ്ടാവും. ആ നെറ്റ്വർക്ക്, ആ ഓർഗനൈസേഷൻ വേറൊരു ഓർഗനൈസേഷനുമായിട്ട് കണക്ട് ചെയ്യും ത്രൂ ഇന്റർനെറ്റ്. അപ്പോൾ അങ്ങനെ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക് ആണ് എന്ത്, ഇന്റർനെറ്റ്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ട എന്താണ്, ഇപ്പം ഓൾ ഡിവൈസസ് കണക്റ്റഡ് ടു ദ നെറ്റ്വർക്ക് മസ്റ്റ് ബി എന്തായിരിക്കണം, യുണീക്ലി ഐഡന്റിഫയബിൾ ആയിരിക്കണം അല്ലേ. ഏതൊരു ഡിവൈസ് എടുത്തു കഴിഞ്ഞാൽ, നെറ്റ്വർക്കിലുള്ള ഏതൊരു ഡിവൈസ് എടുത്തു കഴിഞ്ഞാലും അതിനെ നമുക്ക് യുണീക്കായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. എങ്ങനെയാണ് യുണീക്കായിട്ട് ഐഡന്റിഫൈ ചെയ്യുക, അതിനാണ് നമ്മൾ ഓരോ സിസ്റ്റത്തിനും IP അഡ്രസ്സ് ഉണ്ടാവും. ഓക്കെ, IP അഡ്രസ്സ് അസൈൻ ചെയ്തിട്ടുണ്ടാവും. IP അഡ്രസ്സ് ആർ യുണീക്ക് അഡ്രസ്, മനസ്സിലായല്ലോ. അപ്പോൾ
എങ്ങനെയാണ് നമുക്ക് മെസ്സേജ് അയക്കണം എന്നൊക്കെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിവൈസിനെ ഐഡന്റിഫൈ ചെയ്യണമല്ലോ. സോ ഓൾ ഡിവൈസ് ഷുഡ് ബി യുണീക്ലി ഐഡന്റിഫയബിൾ. ഓക്കെ, അതാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, IP അഡ്രസ് എന്നുള്ള കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് നോർമലി കമ്പ്യൂട്ടേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് കൊടുക്കണം. അഡ്രസ് വെച്ചിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുക. സോ ദാറ്റ് അഡ്രസ് ഇസ് കോൾഡ് IP അഡ്രസ്. ഓക്കെ, IP അഡ്രസ് നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലൊക്കെ പഠിക്കും. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ IP അഡ്രസ് എന്ന് പറഞ്ഞാൽ 2 പോർഷനാണ്, നെറ്റ്വർക്ക് പോർഷനും ഉണ്ടാവും, ഹോസ്റ്റ് പോർഷൻ. ഓക്കെ, അതായത് നെറ്റ്വർക്ക് അഡ്രസ്സും ഉണ്ടാവും, ഹോസ്റ്റിൻ്റെ അഡ്രസ്സും അതിൽ പറയും. 2 പോർഷനായിട്ടാണുള്ളത്, നെറ്റ്വർക്ക് പോർഷനും ഹോസ്റ്റ് പോർഷനും. അപ്പോൾ നോർമലി IP അഡ്രസ് എന്ന് പറയുന്നത് 32 ബിറ്റ് ആണ്. ഓക്കെ, ലേറ്റർ 1998 ഒക്കെ ആകുമ്പോഴേക്ക് ഈ 32 ബിറ്റ് നമുക്ക് പറ്റില്ല, എക്സോസ്റ്റ് ആവും. സോ നമ്മൾ IPv6 കൊണ്ടുവന്നു. അതായത് IP അഡ്രസ് എന്ന് പറയുന്നത് IPv4 ഉണ്ട്, IPv6 ഉണ്ട്. അപ്പോൾ IPv4 ബിറ്റ്. ഓക്കെ, അപ്പോൾ അത് മതിയാവില്ല. സോ എന്ത് ചെയ്തു, IPv6 കൊണ്ടുവന്നു. 1998 ഒക്കെ ആകുമ്പോഴേക്ക് IPv6 അഡ്രസ്സിങ് കൊണ്ടുവന്നു. എപ്പോഴും ഒരു IP അഡ്രസ്സിൽ എത്ര പോർഷൻ ഉണ്ടാവുക, 2 പോർഷൻ. ദാറ്റ് ഇസ് നെറ്റ്വർക്ക് നമ്പറും ഹോസ്റ്റ് നമ്പറും ഉണ്ടാവും. അതായത് ഏത് നെറ്റ്വർക്കിലാണെന്നും ആ നെറ്റ്വർക്കിലുള്ള എത്രാമത്തെ ഹോസ്റ്റാണ്. ഹോസ്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഹോസ്റ്റ് നമ്പർ, നെറ്റ്വർക്കിനെ ഐഡന്റിഫൈ ചെയ്യാൻ നെറ്റ്വർക്ക് നമ്പർ, അങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ജസ്റ്റ് IPv4 ഉം v6 ഞാൻ പറഞ്ഞു 2 ടൈപ്പ് ഉണ്ട് അല്ലേ. IPv4 ഉം v6ൻ്റെയും കമ്പാരിസൺ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അതിന് മുന്നേ ഇതുവരെ എടുത്തത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇതുവരെ എടുത്തത് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയൂ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യണേ. എനി ഡൗട്ട്സ്? അദ്വൈത്, ഡൗട്ട് ഉണ്ടോ ആരെങ്കിലും? ക്ലിയർ ആണോ? എങ്ങനെയാണെന്ന് വെച്ചാൽ മെസ്സേജ് ചെയ്യൂ. എടുത്തത് ക്ലിയർ ആണോ? അഞ്ജലി? ഓക്കെ. ശ്രീഷ്മ? ഓക്കെയാണ് മിസ്. ജസ്റ്റ് ഒന്ന് നോക്ക്, ഞാൻ നിങ്ങൾക്ക് PPT ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. IPv4 ആൻഡ് v6ൻ്റെ ഡിഫറൻസ്. ഓക്കെ, ഞാൻ പറഞ്ഞു v4 എന്താണ്, 32 ബിറ്റ് അഡ്രസ്സിംഗ് ആണ്. IPv6 എന്ന് പറയുമ്പോൾ 128 ബിറ്റ് അഡ്രസ്സിംഗ് ആണ്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് അഡ്രസ് സ്പേസ് അവൈലബിൾ ആയിരിക്കും. ഗിവ് അഡ്രസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നെറ്റ്വർക്കിൽ ഡിവൈസിനെ ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് ഉണ്ടായിരിക്കണം. സോ നെയിം വെച്ചിട്ടല്ല നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, അഡ്രസ്സ് വെച്ചിട്ടാണ്. ദാറ്റ് ഇസ് നോൺ ആസ് IP അഡ്രസ് ആണ്. അത് തന്നെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, IPv4 ആൻഡ് v6. ഒന്ന് 32 ബിറ്റ് ആണ്, നെക്സ്റ്റ് 128 ബിറ്റ് ആണ്. ഇനി IPv4ൻ്റെ കേസിൽ ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. എൻഡ് ടു എൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻറ്റഗ്രിറ്റി ഈസ് അൺഅച്ചീവബിൾ. IPv4 അൺഅച്ചീവബിൾ ആണ്. IPv6 ഇൻറ്റഗ്രിറ്റി, ഡാറ്റ ഇൻറ്റഗ്രിറ്റി അച്ചീവബിൾ ആണ്. ഓക്കെ, പിന്നെ സെക്യൂരിറ്റി. IPv4ൻ്റെ കേസിൽ നമ്മൾ സെക്യൂരിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ആപ്ലിക്കേഷൻ ആണ്. പക്ഷേ IPv6ൻ്റെ ഫോർമാറ്റിൽ IP സെക്യൂരിറ്റി ഇൻബിൽട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, IPv4ൻ്റെ കേസിൽ നമുക്ക് IPv4 ഫോർമാറ്റിൽ സെക്യൂരിറ്റി പറയുന്നില്ല, ഡിപ്പെൻഡ്സ് ഓൺ ആപ്ലിക്കേഷൻ. പക്ഷേ IPv6ൽ ഇൻബിൽട്ട് ആണ്. ഓക്കെ, പിന്നെ v4ൻ്റെ കേസിൽ അഡ്രസ് റെപ്രസെൻറ്റേഷൻ വരുന്നത് ഡെസിമലിലാണ്, v6ൽ ഹെക്സാഡെസിമൽ ഫോർമാറ്റിലാണ് റെപ്രസെൻറ്റേഷൻ. പിന്നെ നമുക്ക് v4ൽ ചെക്സം അവൈലബിൾ ആണ്. അതായത് നമുക്ക് എറർ ഡിറ്റക്ഷൻ ഒക്കെയാണ് നമ്മൾ ചെക്സം യൂസ് ചെയ്യുക. സോ അത് v4ൽ അവൈലബിൾ ആണ്, v6ൽ അൺഅവൈലബിൾ ആണ്. പിന്നെ ഹെഡറിൻ്റെ സൈസ് IPv4 ഫോർമാറ്റിൽ
അതിനൊരു ഹെഡർ ഫോർമാറ്റ് ഉണ്ടാവും. അതിൻ്റെ ഹെഡറിൻ്റെ സൈസ് പറയണത് 20 to 60 ബൈറ്റ്സ് ആണ്. IPv6 കേസിൽ 40 ബൈറ്റ്സ് ആണ്. ഓക്കെ, പിന്നെ വരുന്നത് IPv4 എൻക്രിപ്ഷൻ ആൻഡ് ഓതൻറ്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. എൻക്രിപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഡാറ്റേനെ വേറൊരു എൻകോഡ് ചെയ്യുക, വേറൊരു ഫോർമാറ്റിലേക്ക് മാറ്റുക, അതാണ് എൻക്രിപ്റ്റ് ചെയ്യുക. ഫോർ സെക്യൂരിറ്റി ആണ്. പിന്നെ ഒതൻറ്റിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റ് സെൻറ്ററിൽ നിന്നാണ് ഡാറ്റ വന്നിട്ടുള്ളത്, സെൻറ്റർ കറക്റ്റാണ്, റിസീവ് ചെയ്തതും കറക്റ്റാണ്, അങ്ങനെ ഒതൻറ്റിക്കേറ്റ് ചെയ്യുക, സെൻറ്ററിനെയും റിസീവറിനെയും ഒതൻറ്റിക്കേറ്റ് ചെയ്യുക, അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ IPv6 കേസിൽ എൻക്രിപ്ഷനും ഒതൻറ്റിക്കേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ IPv4 v6 ഒക്കെ ഫോർമാറ്റ് എന്താണ്, ഓക്കെ, എന്താണ് അതിൻ്റെ ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ എന്നുള്ളത് നിങ്ങൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ പഠിക്കും. അപ്പോൾ ഇവിടെ ജസ്റ്റ് അതിൻ്റെ ഡിഫറൻസ് ഒന്ന് ജസ്റ്റ് കുറച്ച് നോക്കി വെച്ചാൽ മതി. ഓക്കെ, ഒന്നെന്താണ് 32 ബിറ്റ് ആണ്, ഒന്ന് 128 ആണ്. ഇവിടെ ഇൻറ്റഗ്രിറ്റി ഇല്ല, അവിടെ ഇൻറ്റഗ്രിറ്റി അച്ചീവബിൾ ആണ്. എൻഡ് ടു എൻഡ് കണക്ഷൻ ഇൻറ്റഗ്രിറ്റി നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. v6 കേസിൽ ഇവിടെ കണക്ഷൻ ഇൻറ്റഗ്രിറ്റി നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഓക്കെ, പിന്നെ സെക്യൂരിറ്റി പറയണത് ഇൻബിൽറ്റ് സെക്യൂരിറ്റി ഇല്ല IPv4. മറ്റേതിലാണെങ്കിൽ IP സെക്യൂരിറ്റി ഉണ്ട്, ഇൻബിൽറ്റ് ആണ്. അഡ്രസ് റെപ്രസെൻറ്റേഷൻ ഒന്ന് ഡെസിമലാണ്, അതർ വൺ ഹെക്സാഡെസിമൽ. പിന്നെ ചെക്സം അവൈലബിൾ ആണ്, അത് കറക്ഷന് വേണ്ടിയിട്ട് എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ ആണ് ചെക്സ്. സോ അത് അവൈലബിൾ ആണ്. IPv6 കേസിൽ അൺഅവൈലബിൾ ആണ്. പിന്നെ ഹെഡറിൻ്റെ ഫോർമാറ്റ് സൈസ് 20 to 60 ബൈറ്റ്സ് ആണ് ഹെഡർ പറയണത്, അത് 40 ബൈറ്റ്സ് ആണ്. പിന്നെ എൻക്രിപ്ഷൻ ഓതൻറ്റിക്കേഷൻ നോട്ട് പ്രൊവൈഡഡ്, IPv6 ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് IPv4 v6 ഡിഫറൻസ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഡൊമെയിൻ നെയിംസ്. ഡൊമെയിൻ നെയിംസ് എന്താണെന്നുള്ളത്. ഓക്കെ, എന്താണ് ഡൊമെയിൻ നെയിംസ്? നമ്മളിപ്പം ഇതിൽ തന്നെ എക്സാമ്പിൾ നോക്കിയാൽ മതി. നമ്മളിപ്പം en.wikipedia.org അല്ലേ, നമുക്ക് എന്താണ് വിക്കിപീഡിയയിലുള്ള ഒരു പേജ് നമുക്ക് ആക്സസ് ചെയ്യണം, ഒരു വെബ് പേജ് ആക്സസ് ചെയ്യണം. സോ ആ കൊടുക്കുന്ന അഡ്രസ് അല്ലെ, en.wikipedia.org എന്നൊക്കെ പറയുന്നതാണ് എന്ത്, ഡൊമെയിൻ നെയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പറയുമ്പം ഇറ്റ് ഡിഫൈൻസ് അതോറിറ്റി വിത്തിൻ ദ ഇന്റർനെറ്റ് അല്ലെങ്കിൽ കൺട്രോൾ വിത്തിൻ ദ ഇന്റർനെറ്റ്. ഓക്കെ, ഇറ്റ് ഡിഫൈൻസ്, അതായത് നമ്മൾ ഏത് വെബ്സൈറ്റിലോട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഓക്കെ, ഏത് റിസോഴ്സാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്, ഏത് പേഴ്സണൽ കമ്പ്യൂട്ടറാണ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഐഡൻറ്റിഫൈസ് എ നെറ്റ്വർക്ക് ഡൊമെയിൻ. ഇപ്പോൾ നമ്മളിപ്പോൾ en.org എന്ന് പറയുമ്പം വിക്കിപീഡിയ ആണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത് അല്ലേ, ആ ഒരു സൈറ്റാണ് ആക്സസ് ചെയ്യുന്നത്, ആ ഒരു വെബ് പേജാണ് ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് എന്ത്, ഡൊമെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡൊമെയിൻ നെയിം എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് ഈസ് ഫോംഡ് ബൈ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ഡൊമെയിൻ നെയിം സെർവർ. ഓക്കെ, ഈ ഡൊമെയിൻ നെയിംസ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യുന്നതും എല്ലാം ഡൊമെയിൻ നെയിം സെർവറിലാണ്. സോ അതിൻ്റെ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഒരു നെയിം എഴുതുക. ഓക്കെ, അതുപോലെ ഒരു ഡൊമെയിൻ നെയിമിൽ നമുക്ക് സബോർഡിനേറ്റ് ലെവൽസിലേക്ക് ക്ലാസിഫൈ ചെയ്യാം. ഞാൻ അതിൻ്റെ ഫിഗർ കാണിച്ചു തരാം. നോർമൽ ടോപ്പ് ലെവലിൽ റൂട്ട് ഉണ്ടാവും, പിന്നെ ടോപ്പ് ലെവൽ ഡൊമെയിൻ, പിന്നെ സെക്കൻഡറി ലെവൽ, തേർഡ് ലെവൽ, അങ്ങനെ ഒരു ഹൈറാർക്കി ഉണ്ട്. ഓക്കെ, ഇനി അത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു അഡ്രസ്സ് ഇപ്പം node1.cluster.example.com എന്നാണെങ്കിൽ അതെങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞാൽ, ഇപ്പം റൂട്ട് കാണുന്നില്ല, അത് ജസ്റ്റ് ഒരു നമ്മൾ ഡോട്ട് ആയിട്ട് അല്ലെങ്കിൽ empty ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ റൂട്ട് കഴിഞ്ഞാൽ ടോപ്പ് ലെവൽ ഡൊമെയിൻ ആണ്. ടോപ്പ് ലെവലിലാണ് നിങ്ങൾ ഈ .net, .edu, .com, .net, .gov എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. എന്താണത്, നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതാണ് അല്ലേ, .net എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം .net എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ സപ്പോർട്ടിംഗ് നെറ്റ്വർക്ക്. EDU എന്ന് പറയുന്നത് എന്തായിരിക്കും, എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ്റെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. കോം എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ. പിന്നെ .gov എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻ. ഓക്കെ, അതാണ് ടോപ്പ് ലെവൽ ഡൊമെയിൻ. അത് നോർമലി എവിടെയാണ് ഉണ്ടാവുക, ലാസ്റ്റാണ് കൊടുക്കുക. അപ്പോൾ ഏറ്റവും ഇപ്പം ഡൊമെയിൻ നെയിമിൻ്റെ ഹൈറാർക്കി പറയുമ്പം ഏറ്റവും ടോപ്പിൽ റൂട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുക. അത് നോർമലി ഒരു ഡോട്ട് ആയിട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക. അതിൻ്റെ അണ്ടറിലാണ് ടോപ്പ് ലെവൽ ഡൊമെയിൻ വരിക. ടോപ്പ് ലെവൽ എന്ന് വെച്ചാൽ ഏതാണ് നമ്മൾ കൊടുക്കുന്നത് അഡ്രസ്സ്, അല്ലെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യേണ്ട ഒരു പേജ്, അത് ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെ അണ്ടറിൽ വരുന്നതാണോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ്റെ അണ്ടറിൽ വരുന്നതാണോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് സെക്കൻഡ് ലെവൽ ഡൊമെയിൻ. അതിലാണ് നമ്മൾ എന്താ പറയുക, example.com അല്ലേ. അപ്പോൾ example.com, അതാണ് എക്സാമ്പിൾ എന്നുള്ളതാണ് സെക്കൻഡ് ലെവൽ ഡൊമെയിൻ. ഇനി അതിൻ്റെയും സബ് ഡൊമെയിൻ ആണ് കുറേ വരുന്നുണ്ട്. cluster.example ഉണ്ട്, മെയിൽ www ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്താണ് വേണ്ടത്, cluster.example ആണ് വേണ്ടത്.
ഓക്കെ, അപ്പോൾ അതാണ് സബ് ഡൊമൈൻ. പിന്നെ അതിലാണ് node1.cluster.example.com ഹോസ്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് വരുന്നത്, നമ്മുടെ ഹൈറാർക്കി വരുന്നത്. നമ്മളൊരു ഡൊമൈൻ നെയിം കൊടുത്തു കഴിഞ്ഞാൽ നോർമലി ഫസ്റ്റ് ലെവലിൽ റൂട്ടാണ്, പിന്നെ ടോപ്പ് ലെവൽ ഡൊമൈൻ, അതായത് ടു ഐഡന്റിഫൈ ദ ഓർഗനൈസേഷൻ ഏതാണ്, അതിൻ്റെ ഇടയിൽ എന്ത് വരും, സെക്കൻഡ് ലെവൽ ഉണ്ടാവും, തേർഡ് ലെവൽ ഉണ്ടാവും, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ കറക്റ്റ് ഹോസ്റ്റിനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഡൊമൈൻ നെയിം സെർവർ യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ നമുക്ക് അറിയേണ്ടത്, നമ്മൾ പറഞ്ഞ ഇതൊരു റൂൾസ് വെച്ചിട്ടാണ് നമ്മൾ ഫോം ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞത്. കാരണം ആ ഒരു റൂൾ ഫോളോ ചെയ്യണം അല്ലേ, റൂട്ട്, ടോപ്പ് ലെവൽ, സെക്കൻഡ്, തേർഡ് ലെവൽ, ആ ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ എഴുതുക. ഓക്കെ, നമ്മൾ വരുന്നതാണ് ഈ ഡൊമൈൻ നെയിം കൺവേർഷൻ. നമ്മൾ കൊടുക്കുന്നത് എന്തായിരിക്കും, ഒരു ഡൊമൈൻ നെയിം ആയിരിക്കും. ഇപ്പോൾ wikipedia.org എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കും. പക്ഷെ നോർമലി അതെന്ത് ചെയ്യുന്നുണ്ട് കഴിഞ്ഞാൽ ഉള്ളിൽ കൂടെ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് IP അഡ്രസ് ആക്കണം. ഞാൻ പറഞ്ഞു, നമ്മളൊരു വെബ് പേജ് അല്ലെങ്കിൽ നമ്മളൊരു ഡിവൈസിനെ ആക്സസ് ചെയ്യുന്നത് ത്രൂ IP അഡ്രസ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഡൊമൈൻ നെയിമിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, IP അഡ്രസ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അത് ചെയ്യുന്ന ആരാണ്, നെയിം സെർവേഴ്സ് ആണ് ചെയ്യുന്നത്. ഡൊമൈൻ നെയിം കൺവേർഷൻ ചെയ്യുന്നത് ആരാണ്, നെയിം സെർവറാണ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഞാനൊരു പേജിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തു, അത് ഏതോ ഒരു സെർവറിലാണ് കിടക്കുന്നത്, എവിടെയോ ഉള്ളൊരു സെർവറിൽ. സോ ആ സെർവറിൽ പോയിട്ട് എനിക്ക് എന്ത് ചെയ്യണം, റിട്രീവ് ചെയ്യണം അല്ലേ. ഞാനൊരു റിക്വസ്റ്റ് കൊടുത്തു, ഇന്റർനെറ്റ് വഴി അതെന്ത് ചെയ്യണം, ഏത് സെർവറിലാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ആ പേജ് റിട്രീവ് ചെയ്തിട്ട് കിട്ടണം അല്ലേ. അപ്പോൾ ഈ സെർവറിലോട്ട് പോയിട്ട് വരണമല്ലോ. അപ്പോൾ ആ ട്രാൻസ്മിഷൻ എങ്ങനെയായിരിക്കും, IP അഡ്രസ് ആയിരിക്കും. ഓക്കെ, IP അഡ്രസ് ആയിട്ടാണ് പോവുക. അല്ലാണ്ട് ഈ wikipedia.org എന്ന് പറഞ്ഞിട്ടല്ല ഇന്റർനെറ്റ് വഴി പോവുക, എല്ലാം IP അഡ്രസ് ആണ്. കാരണം IP അഡ്രസ് വെച്ചിട്ടാണ് നമുക്ക് ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു ഡിവൈസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. സോ അത് ഏത് ഡിവൈസ് ആണെന്ന് കിട്ടും, ആ ഡിവൈസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാം IP അഡ്രസ് വെച്ചിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് IP അഡ്രസ് വെച്ചിട്ട് നമുക്ക് ഡാറ്റ കിട്ടും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതാണ് പറഞ്ഞത്, ഡൊമൈൻ നെയിം ഷുഡ് ബി കൺവേർട്ടഡ് ടു IP അഡ്രസ് ബിഫോർ ദ മെസ്സേജ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഓവർ ദ ഇന്റർനെറ്റ് ടു ദ ഡെസ്റ്റിനേഷൻ അല്ലേ. ഡെസ്റ്റിനേഷൻ എത്തുന്നതിന് മുന്നേ ഇപ്പം ഞാനൊരു റിക്വസ്റ്റ് കൊടുത്തു, ആ റിക്വസ്റ്റ് IP അഡ്രസ്സിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് അത് ഡെസ്റ്റിനേഷനെ ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതാണ് നെയിം സെർവേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വരുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഒരു ഹൈറാർക്കി പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിൽ നോക്കിയാൽ മതി. ഓക്കെ, ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, എൻഡ് യൂസർ സ്റ്റെപ്പ് നമ്പർ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എൻഡ് യൂസർ ഒരു റിക്വസ്റ്റ് കൊടുത്തു ഒരു പേജിന് വേണ്ടിയിട്ട് www.example.com. ഓക്കെ, ആ റിക്വസ്റ്റ് എങ്ങോട്ട് ഫോർവേഡ് ചെയ്തു, DNS റൂട്ട് നെയിം സെർവറിൽ. അതായത് നിയറസ്റ്റ് സെർവർ ഏതാണോ ആ സെർവറിലോട്ടാണ് ഫോർവേഡ് ചെയ്യുക. നെയിം സെർവറിലോട്ട് ഫോർവേഡ് ചെയ്തു www.example.com. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് എന്താ റെസ്പോൺസ് കിട്ടിയത്, ഗോ ടു ദ നെയിം സെർവർ ഫോർ .com അല്ലേ. .com ആണ്, കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ .comന്റെ ടോപ്പ് ലെവൽ ഡൊമൈൻ അല്ലെ, റൂട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ടോപ്പ് ലെവൽ അല്ലേ ഉള്ളത് ഡൊമൈന്, അതിന്റെ സെർവറിലോട്ട് നെയിം സെർവറിലോട്ട് പോയി. അപ്പോൾ അതിന്റെ നെയിം സെർവറിലോട്ട് പോയപ്പോൾ എന്താണ്, ഗോ ടു റൂട്ട് 53 നെയിം സെർവർ. അതായത് റൂട്ട് 50 അത് അവർ റെസ്പോണ്ട് ചെയ്തതാണ് റൂട്ട് 53ലോട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള ആമസോൺ റൂട്ട് 53 നെയിം സെർവറിലോട്ട് പോയപ്പോൾ www.example.com എന്നുള്ളത് ആ ഒരു നെയിം സെർവറിലാണ് ഉള്ളത്. സോ എന്ത് ചെയ്യും, അതിൻ്റെ കറസ്പോണ്ടിങ് IP അഡ്രസ് 192.0.2.44 എന്ന് പറഞ്ഞ IP അഡ്രസ്സ് എങ്ങോട്ട് കൊടുത്തു, DNS റിസോൾവറിൽ കൊടുത്തു. ആ അഡ്രസ്സാണ് എൻഡ് യൂസറിന് കിട്ടിയത്. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ നെയിം സെർവർ IP ആക്കി കൺവേർട്ട് ചെയ്തു. ഇനി ആ IP അഡ്രസ്സാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്നത്. 8th സ്റ്റെപ്പ് കണ്ടോ, http://www.example.com എന്ന് പറഞ്ഞ് പോകുന്നത് എന്ത് ചെയ്യും, example.comന്റെ ആ ഒരു IP 192.0.2.4 ആ വെബ് സെർവറിലോട്ട് പോയിട്ട് കറസ്പോണ്ടിങ് വെബ് പേജ് യൂസർക്ക് കൊടുക്കും. മനസ്സിലായല്ലോ. അതായത് ഈ ഒരു www.example.com എന്ന് പറയുന്ന ആ റിക്വസ്റ്റിനെ IP അഡ്രസ് നെയിം സെർവർ എന്ത് ചെയ്യും, അതിനെ IP അഡ്രസ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് അതായത് ഏത് വെബ് സെർവറിലാണ് ഈ പേജ് കിടക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഏത് വെബ് സെർവറിലാണ്, വെബ് സെർവർ ഫോർ www.example.com ആണ് ഈ പറഞ്ഞിട്ടുള്ള 192.0.2.44 എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ
അവിടത്തോട്ട് പോയി അവിടെ നിന്നാണ് റിട്രീവ് ചെയ്യുക ഡാറ്റ. സോ അതിൻ്റെ ഇടയിൽ ഈ example.comനെ IP അഡ്രസ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നെയിം സെർവേഴ്സ് യൂസ് ചെയ്യുന്നത്. കുറേ നെയിം സെർവേഴ്സ് ഉണ്ടാവും. ആദ്യം നിയറസ്റ്റ് നെയിം സെർവറിൽ നോക്കും, അവിടെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഇത് കൺവേർട്ട് ചെയ്യും IP ആക്കിയിട്ട്. ഇനി അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഡൊമൈൻ നെയിമിനെ, ഈ www.example.com എന്ന് പറയുന്നത് ഒരു ഡൊമൈൻ നെയിം ആണല്ലോ, ആ ഡൊമൈൻ നെയിമിന് അടുത്ത നിയറസ്റ്റ് നെയിം സെർവറിൽ കൊടുക്കും. ആദ്യം നിയറസ്റ്റ് കൊടുക്കും, അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നിയറസ്റ്റ് കൊടുക്കും, അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെയും നെക്സ്റ്റ് നിയറസ്റ്റ് കൊടുക്കും. എവിടെ നിന്നാണോ നമുക്ക് IP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അപ്പം IP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് വെബ് സെർവറിൻ്റെ IP ആണ്, ആ മെഷീൻ്റെ സെർവറിൻ്റെ IP ആണ്. ആ സെർവറിലോട്ട് പോവും, സെർവറിൽ നിന്ന് വെബ് പേജ് റിട്രീവ് ചെയ്തിട്ട് യൂസർക്ക് കൊടുക്കും. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമൈൻ നെയിം കൺവേർഷൻ പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഇൻ്റർനെറ്റിൽ ഒരു പേജിനെ ആക്സസ് ചെയ്യാനൊക്കെ കൊടുക്കുമ്പം നടക്കുന്നത്. പക്ഷെ അത് നമ്മൾ കാണുന്നില്ല, നമ്മൾ അടിക്കുന്നു, നമുക്ക് അപ്പോഴേക്ക് തന്നെ പേജ് റിട്രീവ് ചെയ്യുന്നു, അത്രയും ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കൂടെ DNS റിസോൾവറും അതുപോലെ കുറേ നെയിം സെർവറും ചെക്ക് ചെയ്തിട്ടാണ് IP കൺവേർട്ട് ചെയ്തിട്ടാണ് നമുക്ക് പേജ് കിട്ടുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞാൽ നമ്മളിതുപോലെ ഒരു ഫോർമാറ്റാണ് ഡൊമൈൻ നെയിം. നമ്മളിപ്പോൾ ഒരു വെബ് പേജ് ആക്സസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു റിസോഴ്സ് ആക്സസ് ചെയ്യുന്നു, അങ്ങനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു ഇത് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഇതുപോലെ wikipedia.com അല്ലെങ്കിൽ facebook.com എന്ന് പറയും. facebook.com എന്ന് പറയുമ്പം നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആദ്യം അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂല അല്ലേ, facebook.com എന്ന് പറയുമ്പോൾ. അപ്പോൾ ആദ്യം അതിന് IP കൺവേർട്ട് ചെയ്യണം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നെയിം സെർവർ ഉണ്ട്. സോ DNS നെയിം സെർവേഴ്സ് ആണുള്ളത്. സോ ആദ്യം അതിന് കൊടുക്കും, നിയറസ്റ്റ് നെയിം സെർവറിന് കൊടുക്കും. അവിടെ നിന്ന് കിട്ടിയില്ല വെച്ചാൽ അടുത്തേൽ പോവും, അവിടെ നിന്ന് എന്ത് ചെയ്യും, അവർ നെക്സ്റ്റ് സെർവറിൻ്റെ പേര് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഫൈനലി നമുക്ക് എന്ത് ചെയ്യും, അതിന് IP ആയിട്ട് വെബ് സെർവറിൻ്റെ IP കിട്ടും. ആ വെബ് സെർവറിൻ്റെ IP കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഫേസ്ബുക്കിൻ്റെ പേജ് നമുക്ക് ലോഡായിട്ട് കിട്ടും. ഓക്കെ, കാരണം ഈ ഫേസ്ബുക്കിൻ്റെ സെർവേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും, എവിടെയൊക്കെയോ കിടക്കുന്നുണ്ടാവുക. സോ എവിടെ പോകണമെന്ന് മനസ്സിലാക്കുന്നത് ഈ IP ഉപയോഗിച്ചിട്ടാണ്. ക്ലിയർ ആണല്ലോ? അതാണ് ഡൊമൈൻ നെയിം കൺവേർഷൻ. ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൈറാർക്കി ഇങ്ങനെയാണ് വരിക, ഇങ്ങനെയാണ് എഴുതുക. ഇതിൻ്റെ കൺവേർഷൻ ഇതാണ്. ഓക്കെ, അതാണ് വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ 9:30 വരെയാണ് നമ്മൾ ക്ലാസ് പറഞ്ഞത്. ഇത്രേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങളൊന്ന് അറ്റൻഡൻസ് പറഞ്ഞോളൂ. ആകാശ് രാജീവ് ഉണ്ടോ? അഭിനന്ദ് അഭിനവ് കെ, അഭിനവ്, ആദർശ് വി, അദ്വൈത് എം, അജ്മൽ മുനീർ, അഖിൽ സി പോൾ, അനഘ ഹരികൃഷ്ണൻ, അഞ്ജലി ആർ കെ, ഓക്കെ, അനുഗ്രഹ് എം. ഒന്ന് പ്രസന്റ് പറയണേ, മെസ്സേജ് ചെയ്യാതെ. അതിൻ, അതുൽ പി കെ, ദേവിക, ദിൽന, ഫാത്തിമ, ജസ്ന, കാർത്തിക്, കീർത്തന, മുഹമ്മദ് സിനാൻ, ഇജാസ് ഇല്ല, നഫ, നേഹ ഉണ്ടോ? ഓക്കെ, നിതിൻ ബാബു, പ്രണവ്,
പ്രണവ് സി. പ്രണവ് സി ഇല്ല അല്ലേ. റൈസ ഖാലിദ്. റസാന നിഹാല. ഓക്കെ. റിസ്വൻ. റിസ്വൻ ഇല്ല. റോഷൻ. സഹല. Present, Miss. ഓക്കെ. സംഗീത്. Present, Miss. സാരംഗ് പ്രേം. Present, Miss. ഷാരുൺ. ഓക്കെ. ശ്രദ്ധ. Present, Miss. വിഷ്ണു. വിഷ്ണു ഇല്ല. വൈഷ്ണവി. Present, Miss. ശ്രീഷ്മ. Present, Miss. അഞ്ജിത. ഓക്കെ. ഷിറോണ. Present, Miss. ഓക്കെ. ഇതുവരെ എടുത്തത് ക്ലിയർ ആണല്ലോ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മെസ്സേജ് ചെയ്യണേ. ഓക്കെ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി പറയാം. ഓക്കെ.